പാരലൽ ലൈൻസ്. പാരലൽ ലൈൻസ് എന്ന് പറഞ്ഞാൽ രണ്ട് ലൈനുകൾ സമാന്തരമായി പോയിക്കൊണ്ടിരിക്കുന്ന ലൈൻ, അത് ഒരു കാരണവശാലും കൂട്ടിമുട്ടുന്നില്ല. അതങ്ങ് നേരെ എങ്ങനെ വരച്ചു കഴിഞ്ഞാലും സെയിം ഡിസ്റ്റൻസിൽ തന്നെ ആയിരിക്കും അങ്ങേറ്റം ഇൻഫിനിറ്റിലേക്ക് പോകുന്നത്. അതൊരിക്കലും കൂട്ടിമുട്ടുന്നില്ല. ഈ രണ്ട് പാരലൽ ലൈൻസുകൾ, അതാണ് പാരലൽ ലൈൻസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. ഇത് നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരു ലൈനിനെ നമ്മൾ വേറൊരു ലൈൻ കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ, ഒരു ലൈനിനെ നമ്മൾ വേറൊരു ലൈൻ കൊണ്ട് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇങ്ങനെ വരച്ചിരിക്കുന്ന ഒരു ലൈൻ, ആ ലൈനിനെ വേറൊരു ലൈൻ കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആംഗിളുകൾ കിട്ടും. ഇതൊരു ആംഗിളാണ്, ഇത് ഫസ്റ്റ് ആംഗിള്. അപ്പോൾ ഇത് സെക്കൻഡ് ആംഗിള്, ഇത് തേർഡ്, ഇത് ഫോർത്ത്. അങ്ങനെ 4 ആംഗിളുകളാണ് നമുക്ക് കിട്ടുന്നത്. അതിൽ 2 ആംഗിളുകൾ ചെറുതായിരിക്കും, 2 ആംഗിളുകൾ വലുതായിരിക്കും. 2 ആംഗിളുകൾ ചെറുതും 2 ആംഗിളുകൾ വലുതുമായിരിക്കും. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഒരു ലൈനിനെ വേറൊരു ലൈൻ കൊണ്ട് കട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഈ 2 ആംഗിളുകളെ, 1നെയും 4നെയും പറയുന്ന പേരാണ് ലീനിയർ പെയേഴ്സ്. ലീനിയർ പെയേഴ്സ് എന്ന് പറയും. ഈ 2 ആംഗിളുകൾ തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ 1 + 4 = 180 ഡിഗ്രി ആയിരിക്കും എപ്പോഴും. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ 180 ഡിഗ്രി ആയിരിക്കും. അതുപോലെ തന്നെ 1ഉം 2ഉം ലീനിയർ പെയേഴ്സാണ്. ആംഗിൾ 1 ആൻഡ് ആംഗിൾ 2 ലീനിയർ പെയേഴ്സ്. ആംഗിൾ 1ഉം 4ഉം ലീനിയർ പെയേഴ്സാണ്. പിന്നെ 3ഉം 2ഉം ലീനിയർ പെയറാണ്. 3ഉം 4ഉം ലീനിയർ പെയറാണ്. 4ഉം 1ഉം ലീനിയർ പെയറാണ്. അത് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇത് രണ്ടും കൂടെ ലീനിയർ പെയറായിട്ട് കിട്ടും. പിന്നെ 4ഉം ആംഗിൾ 3ഉം ലീനിയർ പെയർസാണ്. ഇത്രയും ലീനിയർ പെയറുകളാണ് നമുക്ക് കിട്ടുന്നത്. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ 180 കിട്ടും. 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 ഇതിന് ഒന്നിൻ്റെ ഓപ്പോസിറ്റ് ആംഗിളാണ് 3 എന്ന് പറയുന്നത്. ഒന്നിൻ്റെ ഓപ്പോസിറ്റ് ആംഗിളാണ് 3. ആംഗിൾ 1 ആൻഡ് ആംഗിൾ 3 ആർ ഓപ്പോസിറ്റ് ആംഗിൾസ്. ഓപ്പോസിറ്റ് ഇതല്ലേ? ആംഗിൾ 4 ആൻഡ് ആംഗിൾ 2 ആർ ഓപ്പോസിറ്റ് ആംഗിൾസ്. ഇത് രണ്ടും ഈക്വൽ ആയിരിക്കും. ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഓൾവേസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ. അപ്പം ഒരു ആംഗിൾ തന്നു കഴിഞ്ഞാൽ ബാക്കി എല്ലാ ആംഗിളുകളും നമുക്ക് കണ്ടുപിടിക്കാം. ഒരു ആംഗിൾ തന്നിരിക്കുന്നു. ഇപ്പം ഒരു ലൈനിനെ ഈ ഒരു ലൈൻ കൊണ്ട് കട്ട് ചെയ്തിരിക്കുന്നു. ഈ ഒരു ആംഗിൾ എന്ന് പറയുന്നത് 30 ഡിഗ്രിയാണെന്ന് വിചാരിച്ചോ. മറ്റെല്ലാ ആംഗിളുകളും നമുക്ക് കണ്ടുപിടിക്കാം. ഇതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾ എന്ന് പറയുന്ന ഈ ആംഗിൾ 30 ആയിരിക്കും. ഇത് രണ്ടും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 180 കിട്ടണം. അതായത് ആംഗിൾ എക്സ് വൈ ഇസഡ് അല്ലേ? ഇസഡും എന്നും കൊടുക്കാം. അപ്പം എക്സും ഇസഡും 30 ഡിഗ്രി ആയിരിക്കും. ഓപ്പോസിറ്റ് ആംഗിൾസാണ്. എയും വൈയും
ഈക്വൽ ആയിരിക്കും, അത് ഓപ്പോസിറ്റ് ആംഗിളാണ്. ഇനി എയും വൈയും കണ്ടുപിടിക്കണമെങ്കിൽ അത് എളുപ്പ വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എയും എക്സും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 180 കിട്ടണം. അപ്പോൾ 180 മൈനസ് 30 ഇസ് ഈക്വൽ ടു 150. ഇത് ഈ ആംഗിൾ എന്ന് പറയുന്നത് 150 ആണ്. ഈ ആംഗിളും 150 ആയിരിക്കും. അപ്പോൾ ഇത് രണ്ടും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 150 കിട്ടി, അല്ല 180 കിട്ടി. ഇത് രണ്ടും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 180 കിട്ടി. ഇത് രണ്ടും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 180 കിട്ടി. അപ്പോൾ ഓൾ ആംഗിൾസ്, എല്ലാ ആംഗിളുകളും നമുക്ക് കണ്ടുപിടിക്കാം. ഒരു ആംഗിൾ തന്നു കഴിഞ്ഞാൽ മറ്റ് ആംഗിളുകൾ കണ്ടുപിടിക്കാൻ നമുക്ക് പ്രയാസമില്ല. ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഓൾവേസ് ഈക്വൽ. ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ 180 ഡിഗ്രി നമുക്ക് കിട്ടും. അപ്പോൾ ഓരോ ആംഗിളുകളും നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് സാധിക്കും. അതിന് പല എക്സാമ്പിളുകളും നിങ്ങളുടെ ടെക്സ്റ്റിനകത്ത് കൊടുത്തിട്ടുണ്ട്, പലതും ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇതെന്ന് പറയുന്നത് ചിലപ്പം ഒരു പെർപെൻഡിക്കുലറായിട്ടാണ് വരുന്നതെങ്കിൽ, പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കണമെങ്കിൽ ഇതൊക്കെ വേണം. അതൊക്കെ ഞാൻ വരച്ച് കാണിച്ചു തരാം. ഇതിപ്പം ഞാൻ ക്ലാസ് എടുക്കാൻ വേണ്ടി മാത്രം വരച്ചാണ്. ഇതെന്ന് പറയുന്നത് 90 ഡിഗ്രി ആയിരിക്കും ഒരെണ്ണം. പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആണെങ്കിൽ, അത് പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആണെങ്കിൽ നമുക്ക് കിട്ടുന്നത് എപ്പോഴും ഇത് പെർപെൻഡിക്കുലറായിട്ട് വരയ്ക്കുകയാണെങ്കിൽ ഇത് 90 ഡിഗ്രി ആയിട്ട് കിട്ടും, ഇത് 90 ഡിഗ്രി ആയിട്ട് നമുക്ക് കിട്ടും. എല്ലാം ഈക്വൽ ആയിരിക്കും. ഇത് 90 ഡിഗ്രി ആയിരിക്കും, ഇത് 90 ഡിഗ്രി ആയിരിക്കും. ഇതാണ് പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആണെങ്കിൽ വേറെ ഒരു ആംഗിൾ നമുക്ക് തരത്തില്ല. നമുക്കിതിങ്ങനെ മാത്രമേ തരുള്ളൂ. ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ അത് 90 ഡിഗ്രിയാണ്. അപ്പോൾ എല്ലാ ആംഗിളുകളും 90 ഡിഗ്രി ആയിരിക്കും. ഇത് പക്ഷേ ഒരു പോയിൻറ്റിൻ്റെ ചുറ്റും വരുന്ന ആംഗിളുകൾ എപ്പോഴും 360 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഒരു ഇതിങ്ങനെ ഇൻ്റർസെക്റ്റ് ചെയ്തിരിക്കുന്ന ഈ ഇതിലെ എല്ലാ ആംഗിളും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ 360 കിട്ടും. അതായത് 90 + 90 + 90 + 90 = 360 ഡിഗ്രി. അപ്പോൾ ഇവിടെ നമുക്ക് കൂട്ടുകയാണെങ്കിൽ 150 ഡിഗ്രി + 30 ഡിഗ്രി + 150 ഡിഗ്രി + 30 ഡിഗ്രി അങ്ങനെ വയ്ക്കുകയും നമുക്ക് 360 ഡിഗ്രി കിട്ടും. ഇതും ഈ ഒരു ബിന്ദുവിൻ്റെ ചുറ്റും കാണുന്ന ആംഗിളുകളുടെ ഇതിന് തുക. അപ്പോൾ ഇതനുസരിച്ച് ഇതൊക്കെ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം എപ്പോഴും. ലീനിയർ പെയറിൻ്റെ ഇത് മനസ്സിലുണ്ടാവണം. അതുപോലെ തന്നെ ഒരു ആംഗിളിന് ഒരു പോയിൻറ്റിന് ചുറ്റും ഉണ്ടായിരിക്കുന്ന ആംഗിളുകൾ 360 ആയിരിക്കും. അത് ക്ലോക്കിലും ഒക്കെ ഇത് തന്നെയാണ് വരുന്നത്. ക്ലോക്കിലും ഒക്കെ 360 തന്നെയാണ് വരുന്നത്. ഇങ്ങനെ റൗണ്ട് ചെയ്ത് വരുമ്പോഴത്തേക്കും പെർപെൻഡിക്കുലർ ബൈസെക്ടറിൻ്റെ പ്രത്യേകത. ഇന്ന് ഇത്രയും കൊണ്ട് നമുക്ക് ക്ലാസ് നിർത്താം. അടുത്ത ക്ലാസ്സിൽ നമുക്ക് പാർട്ട് 2 ആയിട്ട്, ഇത് പാർട്ട് 1 ആണ്. പാർട്ട് 2 നമുക്ക് അടുത്ത ക്ലാസ്സിലെടുക്കാം.